2026 JE Phase 1 21st January Shift 2 19th question. And this question is from the chapter P block elements. That is subtopic 17th group. This is one of the easiest question. The correct order in terms of bond dissociation enthalpy chlorine, bromine, fluorine and iodine. This is correct. Usually namakkariyam bond energy is directly proportional to bond length. Anganeyanengil fluorine ettavum koodutal varanam ennaanu nammal pradikshikkunnathu. Fluorine വളരെ ചെറുതായതുകൊണ്ട് ബോണ്ട് ലെങ്ത് കുറവാണെന്നും ബോണ്ട് സ്ട്രെങ്ത് ഓർ ബോണ്ട് എനർജി കൂടുതലാണെന്നും നമുക്ക് പറയാം. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഈ ഫ്ലൂറിൻ നമുക്ക് തേർഡ് പൊസിഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. എന്തുകൊണ്ട് ഫ്ലൂറിൻ പിന്നിലാക്കപ്പെട്ടു എന്ന് ചോദിച്ചാൽ ഡ്യൂ ടു വെരി സ്മോൾ സൈസ് ദർ ഇസ് ഇന്റർ ഇലക്ട്രോണിക് റിപ്പൾഷൻ. അപ്പൊ ആ റിപ്പൾഷൻ കാരണം പെട്ടെന്ന് പൊട്ടിക്കാൻ പറ്റും. നമ്മൾ വിചാരിക്കുന്ന പോലെ കുറെ എനർജിയുടെ ആവശ്യമില്ല. ഫസ്റ്റ് വൺ is a direct question from the order. NCERT-യിൽ നിങ്ങൾക്കത് ടേബിൾ ആയിട്ട് തന്നെ ഇതിന്റെ ഓർഡർ കൊടുത്തിരിക്കുന്നത് കാണാൻ വേണ്ടി പറ്റും. ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പീസിൽ നിങ്ങൾക്ക് ഫ്ലൂറിൻ തേർഡ് പൊസിഷനിലാണ് നിൽക്കുന്നത് എന്നുള്ളത് പറയാം. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, ദി കറക്റ്റ് ട്രെൻഡ് ഇൻ ദി കോവാലന്റ് ക്യാരക്ടർ ഓഫ് മെറ്റൽ ഹാലൈഡ്സ്. കോവാലന്റ് ക്യാരക്ടേഴ്സ് നമുക്ക് പറയണമെങ്കിൽ ഹാലൈഡ്സ് തന്നിട്ടുണ്ട്. ഇറ്റ്സ് വെരി ഈസി. ദിസ് ഈസ് ആപ്ലിക്കേഷൻ ഓഫ് ജാൻസ് റൂൾ. കെമിക്കൽ ബോണ്ടിങ് ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന ആപ്ലിക്കേഷൻ ആണ്. ബട്ട് ദിസ് സ്റ്റേറ്റ്മെന്റ് ഇസ് ഡയറക്ട്ലി ഫ്രം പി ബ്ലോക്ക്. ഓക്കെ, SnCl4 +4 oxidation state than +2 which is more covalent, that is true. PbCl4 lead +4 +2 എടുത്താൽ +4 ആണ് more covalent, that is true. UF4 and UF6 എടുത്താൽ +6 വരുന്നയാളാണ് more covalent, that is false. അപ്പൊ 3 സെറ്റിൽ ഒരാളെ നമുക്ക് തെറ്റായിട്ടാണ് തന്നിരിക്കുന്നത്. Therefore statement 1 is true but statement 2 is false എന്ന ഓപ്ഷൻ ആണ് നമ്മൾ അതിൽ ചൂസ് ചെയ്യേണ്ടത്. അപ്പൊ പ്രത്യേക NCERT-യിൽ ആ സെയിം സ്റ്റേറ്റ്മെന്റ് നിങ്ങൾക്ക് പറയാൻ പറ്റും. ദി ഹാലൈഡ്സ് ഇൻ ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഈസ് മോർ കോവലന്റ് ദാൻ ഇൻ ലോവർ. അതിൽ തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾസ് ആണ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിരിക്കുന്നത്.